Welcome to BSc Main Physics. Today we start a new paper. BSc Main Physics is paper 2, Nuclear and Particle Physics. And the first unit is General Properties of Nucleus. General Properties of Nucleus. And that is the first topic, first unit. And in this we study nuclear mass, nuclear components, etc. And the semester 6, class number 1. Semester 6, class number 1, Nuclear Physics, General Properties of Nucleus. That is the topic we start today. Nuclear Physics. Before going to particle physics, we see nuclear physics first. Nuclear Physics. We begin. Structure and structure and properties. Structure and properties of nucleus. Structure and properties. You put an O there. Structure and properties of nucleus. Discovery of nucleus. ആദ്യമായിട്ട് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? ഈ ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ചില സ്വഭാവങ്ങളും ചില ഫീച്ചേഴ്സ് പറയുകയാണ്. ആദ്യം ഡിസ്കവറി ഓഫ് ന്യൂക്ലിയസ്. ദ അറ്റോമിക് ന്യൂക്ലിയസ് വാസ് ഡിസ്കവേർഡ് in 1911 by Rutherford by conducting alpha particle scattering experiment. That is the first sentence. The atomic nucleus was discovered in 1911 by Rutherford by conducting alpha particle scattering experiment. You know, alpha particle scattering experiment is a very important experiment, and that you have studied in your quantum mechanics paper, important topic, alpha particle scattering, alpha decay. And by alpha decay experiment, Rutherford identified the nucleus, the center part, the core of atom, the nucleus. The atomic nucleus was discovered in 1911 by Rutherford by conducting alpha particle scattering experiment. Rutherford ആണ് അറ്റോമിക് ന്യൂക്ലിയസ് ആദ്യമായിട്ട് കണ്ടെത്തിയത്. കോമ്പസിഷൻ ഓഫ് അറ്റോമിക് ന്യൂക്ലിയസ്. അറ്റോമിക് ന്യൂക്ലിയസിൻ്റെ ഘടന എന്തൊക്കെയാണ്? അതിൻ്റെ സ്ട്രക്ചർ എന്തൊക്കെയാണ്? ദ അറ്റോമിക് ന്യൂക്ലിയൈ ആർ മെയ്ഡ് അപ്പ് ഓഫ് ന്യൂക്ലിയൈ. ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് നമ്മൾ ന്യൂക്ലിയൈ എന്ന് പറയും. NuClei. ദ അറ്റോമിക് ന്യൂക്ലിയൈ ആർ മെയ്ഡ് അപ്പ് ഓഫ് എലിമെൻ്ററി പാർട്ടിക്കിൾസ് കോൾഡ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. നിങ്ങൾക്കറിയാം, പ്രോട്ടോൺസ് നമ്മൾ സയൻസ് പഠിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് പഠിക്കുന്നതാണ്. ന്യൂക്ലിയസിനകത്തുള്ളത് പ്രോട്ടോൺസും ന്യൂട്രോൺസുമാണ് പ്രധാനമായിട്ട്. A proton has a positive charge of the same magnitude as that of an electron. ഇലക്ട്രോണിൻ്റെ അതേ ചാർജുള്ള ഒരു പാർട്ടിക്കിളാണ് പ്രോട്ടോൺ. എന്നാൽ പോസിറ്റീവ് ആണെന്ന് മാത്രം. ഇലക്ട്രോൺ നെഗറ്റീവ് ആണ്. എ ന്യൂട്രോൺ ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ന്യൂട്രോണിന് ചാർജ് ഇല്ല. ദ പ്രോട്ടോൺ ആൻഡ് ദ ന്യൂട്രോൺ ആർ കൺസിഡേർഡ് ടു ബി ടു ഡിഫറെൻറ്റ് ചാർജ് സ്റ്റേറ്റ്സ് ഓഫ് ദി സെയിം പാർട്ടിക്കിൾ വിച്ച് ഇസ് കോൾഡ് എ ന്യൂക്ലിയോൺ. അപ്പോൾ ഈ പ്രോട്ടോണും ന്യൂട്രോണും ഒരേ തരത്തിലുള്ള പാർട്ടിക്കിളിൻ്റെ രണ്ട് ചാർജ് സ്റ്റേറ്റാണ്. ഒരേ തരത്തിലുള്ള ന്യൂക്ലിയോൺ എന്ന് പറയുന്ന പാർട്ടിക്കിളിൻ്റെ രണ്ട് ചാർജ് സ്റ്റേറ്റാണ് ഈ പ്രോട്ടോണും ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ. പ്രോട്ടോൺ ഒരു പോസിറ്റീവ് ചാർജ് സ്റ്റേറ്റ്, ന്യൂട്രോൺ ന്യൂട്രൽ ചാർജ്, നോ ചാർജ് സ്റ്റേറ്റ്. അപ്പോൾ ന്യൂക്ലിയോൺ എന്നുള്ള ആ പാർട്ടിക്കിൾ, ന്യൂക്ലിയോൺസിനെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് പ്രോട്ടോൺ, രണ്ടാമത്തെ ന്യൂട്രോൺ. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. The species, the types, the kind of nuclei, the species of nucleus, known as a nuclide. അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് ന്യൂക്ലിയയെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലൈഡ് എന്ന് പറയും. എ ടൈപ്പ് ഓഫ് ന്യൂക്ലിയസ്, ഒരു കാറ്റഗറി. എ സ്പീഷീസ് ഓഫ് ന്യൂക്ലിയസ് known as a nuclide is represented by the symbol ZXA. ഇപ്പോൾ നമ്മൾ 8O16, 6C12 എന്നൊക്കെ ആറ്റമുകളെ സൂചിപ്പിക്കാറില്ലേ? ഹൈഡ്രജൻ 1H1 എന്നൊക്കെ കാണിക്കാറില്ലേ? ഹൈഡ്രജൻ ആണെങ്കിൽ 1H1, കാർബൺ ആണെങ്കിൽ 6C12, ഓക്സിജൻ ആണെങ്കിൽ 8O16 എന്നൊക്കെ പറയാറില്ലേ? അത് അറ്റോമിക് റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നത്. പക്ഷെ അത് ശരിക്കും ന്യൂക്ലിയർ റെപ്രസെൻറ്റേഷനാണ്.
ഈ 8-16 എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതൊരു ന്യൂക്ലിയർ റെപ്രസെൻറ്റേഷനാണ്. അതിൽ നിന്ന് നമുക്ക് ഇലക്ട്രോണിൻ്റെ എണ്ണം കിട്ടുമെന്ന് മാത്രം. ഇലക്ട്രോണിൻ്റെ എണ്ണം തന്നെയാണ് പ്രോട്ടോണിൻ്റെ എണ്ണം. അതുകൊണ്ട് ഈ ന്യൂക്ലിയർ റെപ്രസെൻറ്റേഷനാണ് 8-16 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ജനറൽ ഫോം ZXA ആണ്. ഒരു അറ്റോമിക് ന്യൂക്ലിയസിനെ നമ്മൾ സിംബോളിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ZXA എന്നാണ്. Z is the atomic number which indicates the number of protons. Z atomic number ആണ് പ്രോട്ടോൺസിനെ കാണിക്കും. A is the mass number which indicates the total number of protons and neutrons. അപ്പോൾ A എന്നുള്ള മാസ് നമ്പറാണ്. മാസ് നമ്പർ അത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ടുഗദർ പറയുന്ന പേരാണ്. പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒരുമിച്ച് ഉള്ള എണ്ണമാണ് മാസ് നമ്പർ A. അത് നമ്മൾ സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. And X is the chemical symbol of this species. ആ ന്യൂക്ലിയസിൻ്റെ കെമിക്കൽ സിമ്പിളാണ് എക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓക്സിജൻ ആണെങ്കിൽ O, കാർബൺ ആണെങ്കിൽ C, ഹൈഡ്രജൻ H, ഫ്ലൂറിനാണെങ്കിൽ F എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ ZXA. അപ്പോൾ ZXAയുടെ സ്ഥാനങ്ങൾ നോക്കുക. അത് പലയിടത്ത് എഴുതാറുണ്ട്. A ഗുണം ചിലപ്പോൾ ലെഫ്റ്റ് എഴുതാറുണ്ട്, Z റൈറ്റ് എഴുതാറുണ്ട് താഴെ. പക്ഷേ അറ്റോമിക് നമ്പർ എപ്പോഴും താഴെ എഴുതുന്നത് മാസ് നമ്പർ മുകളിൽ. ഇതാണ് മോസ്റ്റ് കോമൺ റെപ്രസെൻറ്റേഷൻ. Z ലെഫ്റ്റിൽ താഴെ എഴുതണം, സിമ്പിളിൻ്റെ മാസ് നമ്പർ റൈറ്റിൽ ടോപ്പിൽ എഴുതണം. ചെറുതാക്കി എഴുതിയാൽ മതി. അപ്പോൾ ZXA ആണ് ജനറൽ ഫോം. Z എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺ, അറ്റോമിക് നമ്പർ. A എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ടുഗദർ, ന്യൂട്രോൺസ് വിച്ച് ഇസ് മാസ് നമ്പർ, ആൻഡ് X is the chemical symbol. Then the number of neutrons is N, which is A minus Z. ഈ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചാൽ കിട്ടുന്നതാണ് ന്യൂട്രോൺ നമ്പർ N എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഈസ് എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ കൊടുത്ത് പറയുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ നമ്മളിവിടെ എഴുതി നോക്കുകയാണ്. ആസ് എൻ എക്സാമ്പിൾ 1, sodium nucleus is represented as 11Na23. സോഡിയത്തെ നമ്മൾ 11Na23 എന്ന് പറയും. Z11 number of protons, A23 protons and neutrons. Therefore number of neutrons N is A minus Z. 23 minus 11, 12. 12 is the number of neutrons in sodium nucleus. Number 2, chlorine. Chlorine is represented as 17 Cl35. You correct it as 35. 17 Cl35. Z is 17, A is 35. Therefore number of neutrons N is equal to 35 minus 17, which is 18. 18 is the number of neutrons in chlorine nucleus. ഇനി ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് അറ്റോമിക് ന്യൂക്ലിയസ്. അറ്റോമിക് ന്യൂക്ലിയസിൻ്റെ ചില അടിസ്ഥാന ഗുണഗണങ്ങൾ പറയുകയാണ്. അടിസ്ഥാനമായിട്ടുള്ള ചില സ്വഭാവങ്ങൾ പറയുകയാണ് ഈ അറ്റോമിക് ന്യൂക്ലിയസിൻ്റെ. ഒന്നാമത്തെ പ്രോപ്പർട്ടി, ഒന്നാമത്തെ ഫീച്ചർ നമ്മൾ പറയുന്നത് ന്യൂക്ലിയർ ചാർജാണ്. ന്യൂക്ലിയസിൻ്റെ ചാർജ്. അപ്പോൾ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസ് മാത്രമേ ആണ് ചാർജ് ഉള്ളത്. അപ്പോൾ പ്രോട്ടോണിൻ്റെ എത്ര പ്രോട്ടോൺ ഉണ്ട് അത്രയും പ്രോട്ടോണിൻ്റെ ചാർജാണ് ന്യൂക്ലിയർ ചാർജ്. കാരണം ന്യൂട്രോൺ ചാർജ് ഇല്ല. അപ്പം ന്യൂക്ലിയർ ചാർജ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിലുള്ള അറ്റോമിക് ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ ചാർജാണ്. The charge of nucleus is due to the protons contained in it. അപ്പോൾ ന്യൂക്ലിയസിലുള്ള ഈ പ്രോട്ടോൺസ് ആണ് അതിന് ചാർജ് കൊടുക്കുന്നത്. ഈച്ച് പ്രോട്ടോൺ ഹാസ് എ പോസിറ്റീവ് ചാർജ് ഓഫ് എ. ഇലക്ട്രോണിക് ചാർജ് തുല്യമായിട്ടുള്ള പോസിറ്റീവ് ചാർജാണ് പ്രോട്ടോണിനുള്ളത്. ഈ 1.6 × 10⁻⁻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 ⁻
ന്യൂമറിക്കലി ഈക്വലാണ് ഇ എന്ന് പറയും. അത് 1.6 into 10⁻⁻⁻⁷ കൂളർ. Therefore, nuclear charge Q is equal to plus Zd. Z ആണല്ലോ number of protons, atomic number. Therefore, Q is plus Zd, where Z is the atomic number. Everything is clear. Everything is simple here. Next property, nuclear mass and mass defect. It's a very important topic, this mass defect. Mass defect എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂക്ലിയർ ഫിസിക്സിൽ പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് മാസ് ഡിഫക്റ്റ്. ഡെൽറ്റ എം എന്ന് എഴുതും.
മാസ് ഡിഫക്റ്റ് ബ്രാക്കറ്റ് സിമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഡെൽറ്റ എം ഡിഫറൻസ് ഇൻ മാസ് എന്നർത്ഥം. ദ ന്യൂക്ലിയസ് കൺസിസ്റ്റ് ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. യൂഷ്വലി 2 masses ആർ കൺസിഡേർഡ് ഫോർ എ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് പതിവായിട്ട് 2 തരം മാസാണ് നമ്മൾ പരിഗണിക്കുന്നത്. 2 തരം മാസ്. വാട്ട് ഈസ് കോൾഡ് അസ്യൂംഡ് ന്യൂക്ലിയർ മാസ്? ഒരു മാസിനെ നമ്മൾ അസ്യൂംഡ് ന്യൂക്ലിയർ മാസ് എന്ന് പറയും. അസ്യൂംഡ് മാസ്. അതർ ഈസ് കോൾഡ്, അതർ ഈസ് ദ റിയൽ ന്യൂക്ലിയർ മാസ്. രണ്ടാമത്തെ റിയൽ ന്യൂക്ലിയർ മാസ്. അതായത് ഈ അറ്റോമിക് ന്യൂക്ലിയസിന് 2 തരം മാസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സാധാരണ നമുക്കറിയാം ഒരു വസ്തുവിന് ഒറ്റ മാസമേ ഉള്ളൂ. പക്ഷേ ന്യൂക്ലിയസ് പറയുമ്പോൾ 2 വ്യത്യസ്ത കാൽക്കുലേഷനിലൂടെ, വ്യത്യസ്ത സമീപനത്തിലൂടെ ന്യൂക്ലിയസിനെ 2 മാസ് പറയും. ഒന്ന് അസ്യൂംഡ് ന്യൂക്ലിയർ മാസ്, ഈ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം കണ്ടുപിടിച്ച് അവയുടെ മാസ് കൂട്ടിയെടുക്കുന്ന രീതിയാണത്. രണ്ടാമത് റിയൽ മാസ്, നമ്മളൊരു നേരിട്ടൊരു മാസ് അളക്കുകയാണെങ്കിൽ, ഒരു മാസ് സ്പെക്ട്രോഗ്രാഫ് വെച്ചിട്ട് ഈ ന്യൂക്ലിയർ മാസ് അളക്കുകയാണെങ്കിൽ കിട്ടുന്ന മാസാണ് റിയൽ ന്യൂക്ലിയർ മാസ്. അപ്പോൾ നേരിട്ട് അളന്നാൽ കിട്ടുന്നതിന് റിയൽ ന്യൂക്ലിയർ മാസ് എന്നും, നമ്മൾ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം സെപ്പറേറ്റ് കൂട്ടി അവയുടെ മാസ് കൂട്ടിയെടുത്താൽ കിട്ടുന്നത് അസ്യൂംഡ് ന്യൂക്ലിയർ മാസ്. അപ്പോൾ ഓർക്കണം, ന്യൂക്ലിയസിന് 2 മാസാണ് പതിവായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഒന്ന് റിയൽ ന്യൂക്ലിയർ മാസ്, രണ്ടാമത്തത് അസ്യൂംഡ് ന്യൂക്ലിയർ മാസ്. അപ്പോൾ എന്താണ് ഈ 2 മാസുകൾ എന്ന് പറയുകയാണ്. വീണ്ടും അസ്യൂംഡ് ന്യൂക്ലിയർ മാസ്. Assumed nuclear mass is given by ZMB plus NMN. അപ്പോൾ ഇങ്ങനെ മാസ് കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ, ഈ രൂപത്തിൽ മാസ് കൂട്ടിയെടുത്താൽ അതിനെ വിളിക്കുന്ന പേരാണ് അസ്യൂംഡ് ന്യൂക്ലിയർ മാസ്. ZMB plus NMN. MB മാസ് പ്രോട്ടോൺ, MN മാസ് ഓഫ് ന്യൂട്രോൺ. അപ്പോൾ അവിടെ പിയും എന്നും സഫിക്സ് ആകുന്നുണ്ട്. പിന്നെ Z അത് നമ്പർ ഓഫ് പ്രോട്ടോൺസ്, N നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അപ്പോൾ Z പ്രോട്ടോണിൻ്റെയും N ന്യൂട്രോണിൻ്റെയും മാസ് കണ്ടുപിടിച്ച് കൂട്ടിയെടുക്കുന്നതാണ് assumed nuclear mass. Assumed nuclear mass is given by ZMB plus NMN, where MB is the mass of proton, Mn is the mass of neutron. Z and N, you know, Z is the number of protons and N is the number of neutrons. Real nuclear mass is the mass measured experimentally. ഈ മാസ് സ്പെക്ട്രോഗ്രാഫ് പോലെയുള്ള ചില ഡിവൈസുകളുണ്ട്. മാസ് സ്പെക്ട്രോഗ്രാഫ് പോലെയുള്ള ചില ഡിവൈസുകളുണ്ട്, അപ്പാരറ്റസുകളുണ്ട്. അത് വെച്ച് അളന്ന് കണ്ടുപിടിക്കുന്ന മാസിനെ വിളിക്കുന്ന പേരാണ് റിയൽ ന്യൂക്ലിയർ മാസ്. സോ റിയൽ ന്യൂക്ലിയർ മാസ് ഇസ് മെഷർഡ് എക്സ്പെരിമെൻ്റലി ബൈ മാസ് സ്പെക്ട്രോഗ്രാഫ്. ദിസ് മാസ് ഇസ് റെപ്രസെൻറ്റഡ് ആസ് ക്യാപിറ്റൽ എം. അപ്പോൾ റിയൽ മാസിനെ നമ്മൾ തൽക്കാലം ക്യാപിറ്റൽ എം എന്നാണ് സൂചിപ്പിക്കുന്നത്. It is found that assumed mass is greater than real nuclear mass. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അസ്യൂംഡ് മാസ്, നമ്മൾ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മാസ് സെപ്പറേറ്റ് കണ്ടുപിടിച്ച് കൂട്ടിയെടുക്കുന്ന അസ്യൂംഡ് മാസ് റിയൽ മാസിനേക്കാൾ കൂടുതലാണ് എന്ന് കാണാം. അസ്യൂംഡ് ന്യൂക്ലിയർ മാസ് റിയൽ മാസിനേക്കാൾ കൂടുതലാണെന്ന് കാണാം. അസ്യൂംഡ് ന്യൂക്ലിയർ മാസ് ഈസ് ഫൗണ്ട് ടു ബി ഗ്രേറ്റർ ദാൻ റിയൽ ന്യൂക്ലിയർ മാസ്. ദാറ്റ് ഈസ് ZMB plus NMN ഗ്രേറ്റർ ദാൻ M. ZMB plus NMN greater than M. So when we subtract the M in the right side, real mass in the right side from assumed mass, we get a positive quantity. Term in the LHS, ZMB plus NMN is greater than real mass M. So when we subtract these two, that is ZMB plus NMN minus M is delta M. Is a positive quantity. Delta M is a positive quantity, and this delta M is called mass difference. Mass difference or mass defect. The mass difference delta M is called mass defect. അപ്പോൾ അസ്യൂംഡ് മാസിൽ നിന്ന് റിയൽ ന്യൂക്ലിയർ മാസ് കുറച്ചാൽ നമുക്കൊരു പോസിറ്റീവ് സംഖ്യ കിട്ടും. ആ സംഖ്യയെ വിളിക്കുന്ന പേരാണ് മാസ് ഡിഫക്റ്റ്. വളരെ പ്രധാനപ്പെട്ട ടൈമാണ് കേട്ടോ. അപ്പോൾ എക്സാമിനേഷൻ ചോദിക്കാറുണ്ട് വാട്ട് ഈസ് മാസ് ഡിഫക്റ്റ്. Then we say mass defect delta M is ZMB plus NMN minus M, where ZMB plus NMN is the assumed nuclear mass and the capital M is the real nuclear mass measured using mass spectrograph. അപ്പോൾ നമ്മളിപ്പോൾ 2 പ്രോപ്പർട്ടി പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തൊരു പ്രോപ്പർട്ടി പാക്കിംഗ് ഫ്രാക്ഷൻ. പാക്കിംഗ് ഫ്രാക്ഷൻ വേറെ ഈ സ്ഥലത്ത് വരുന്നതാണ്. ഇപ്പം നമ്മൾ സോളിഡ് സ്റ്റേറ്റ് പഠിക്കുകയാണെങ്കിൽ
ക്രിസ്റ്റലോഗ്രാഫിയിലേക്ക് വരുന്ന ഒരു കേസാണ് പാക്കിംഗ് ഫ്രാക്ഷൻ. പക്ഷെ ഇവിടെ ന്യൂക്ലിയർ ഫിസിക്സിലെ പാക്കിംഗ് ഫ്രാക്ഷനാണ് PF എന്ന് പറയും. ഇറ്റ് ഈസ് ദി മാസ് ഡിഫക്റ്റ് പെർ ന്യൂക്ലിയോൺ. മാസ് ഡിഫക്റ്റ് പെർ ന്യൂക്ലിയോൺ, ദാറ്റ് ഈസ് PF ഈസ് ഈക്വൽ ടു ΔM/A. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സോഡിയത്തിൻ്റെ നമ്മൾ ഇലോഡിനെ 23 എന്നാണ് പറയുന്നത്. അപ്പോൾ സോഡിയത്തിൻ്റെ മാസ് ഡിഫക്റ്റ് ΔM ആണെങ്കിൽ സോഡിയത്തിൻ്റെ A അതായത് 23, ഇലോഡിനെ 23, ആ 23 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് അതിൻ്റെ PF. മാസ് ഡിഫക്റ്റിനെ നമ്മൾ മാസ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ ന്യൂക്ലിയസിൻ്റെ പാക്കിംഗ് ഫ്രാക്ഷൻ കിട്ടും. പാക്കിംഗ് ഫ്രാക്ഷൻ PF ഈസ് ΔM/A. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാം. എക്സ്പ്ലെയിൻ ദി ടേം മാസ് ഡിഫക്റ്റ് ആൻഡ് പാക്കിംഗ് ഫ്രാക്ഷൻ. മാസ് ഡിഫക്റ്റും പാക്കിംഗ് ഫ്രാക്ഷനും പറയുക. നേരത്തെ ചോദിക്കാം കേട്ടോ. കമ്പോണൻറ്റ്. ഇനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ടേമാണ് ന്യൂക്ലിയർ റേഡിയസ്. ന്യൂക്ലിയർ റേഡിയസ് എന്ന് പറഞ്ഞ ടേം. അപ്പോൾ ന്യൂക്ലിയർ റേഡിയസ് വളരെ ചെറിയ സംഖ്യയാണ്. അപ്പോൾ നമുക്കറിയാം അറ്റോമിക് റേഡിയസ്, ന്യൂക്ലിയർ റേഡിയസ്. അറ്റോമിക് റേഡിയസിനേക്കാൾ 10,000-1 കുറവായിരിക്കും ന്യൂക്ലിയർ റേഡിയസ്. കാരണം ആറ്റത്തിൻ്റെ അകത്താണ് ന്യൂക്ലിയസ് ഇരിക്കുന്നത്. അപ്പോൾ അറ്റോമിക് റേഡിയസ് ആണ് ന്യൂക്ലിയർ റേഡിയസ് ആണ് വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാം അറ്റോമിക് റേഡിയസ് ആണ്. അപ്പോൾ അറ്റോമിക് റേഡിയസിൻ്റെ വളരെ കുറവാണ് ന്യൂക്ലിയർ റേഡിയസ്. ആറ്റത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് ന്യൂക്ലിയസ്. അപ്പോൾ ഈ ന്യൂക്ലിയർ റേഡിയസ് 1 അറ്റോമിക് റേഡിയസ് 10,000 അല്ലെങ്കിൽ 1,00,000 വരാം. ഒരു 10⁵5 ഒരു ടേം, ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേം വരും നമ്മൾ ന്യൂക്ലിയർ റേഡിയസിനെ അറ്റോമിക് റേഡിയസിലേക്ക് മാറ്റുമ്പോൾ. അപ്പോൾ ന്യൂക്ലിയർ റേഡിയസ് വളരെ ചെറിയ സംഖ്യയാണെന്നാണ് പറഞ്ഞത്. ന്യൂക്ലിയർ റേഡിയസ് ക്യാപിറ്റൽ. Rutherford's work on the scattering of alpha particles showed that the mean radius of atomic nucleus is of the order of Fermi. Fermi എന്ന് പറഞ്ഞാൽ 10⁻⁻15 മീറ്റർ. ഫെർമി ഓർഡറിലാണ് ന്യൂക്ലിയർ റേഡിയസ്. ഫെംറ്റോമീറ്റർ എന്ന് പറയും. ഫെംറ്റോമീറ്റർ. ഫെർമിക്ക് മറ്റൊരു പേരാണ് ഫെംറ്റോമീറ്റർ. സ്മോൾ എഫ് എന്ന് എഴുതും. ഇപ്പോൾ ക്യാപിറ്റൽ F എന്ന് എഴുതിയാൽ ഫാരഡ് എന്ന് വായിക്കും. ഇപ്പോൾ സ്മോൾ എഫ് ആണ് നമ്മൾ ഫെർമിക്ക് കൊടുക്കുക. ഫെർമി സ്മോൾ എഫ്. 1 ഫെർമി is 10⁻⁻15 മീറ്റർ. ഒരു ഫെർമി 10⁻⁻15 മീറ്റർ ആണ്. ദ എംപിരിക്കൽ ഫോർമുല ഫോർ ന്യൂക്ലിയർ റേഡിയസ് ഈസ്. ഇപ്പോൾ ന്യൂക്ലിയർ റേഡിയസ് കാണാനായിട്ട് ഒരു എംപിരിക്കൽ ഫോർമുലയുണ്ട്, ഒരു ഒബ്സർവ്ഡ് ഫോർമുല. R is R0 R is R0 ഇത് ഒരു എംപിരിക്കൽ ഫോർമുലയാണ്. വേർ A is the മാസ് നമ്പർ എന്ന് എന്നോ ഇടണം. മാസ് നമ്പർ ആൻഡ് R0 equal to, it is a constant, equal to 1.3 Fermi. 1.3 into 10⁻⁻15 meter. So this empirical formula is important. Problem can be asked using this empirical formula, that is R is R0 R is the nuclear radius. R0 is a constant given by R0 is 1.3 Fermi and A is the mass number. So the questions. Explain nuclear radius. Then a problem. Calculate the nuclear radius of 612. Carbon ആണ്. കാർബൺ 612. 12 അവിടെ മിസ്സിംഗ് ആണ്. നിങ്ങൾ 12 എഴുതിക്കൊള്ളാം. 612 ആൻഡ് ഹോൾമിയം 67 HO165. ഹോൾമിയത്തിൻ്റെയും അതുപോലെ കാർബണിൻ്റെയും ന്യൂക്ലിയർ റേഡിയസ് കണ്ടുപിടിക്കുക. ഇപ്പോൾ കാർബൺ 612 എന്ന് എഴുതണം കേട്ടോ, കംപ്ലീറ്റ് ചെയ്യണം. 612. പിന്നെ ഹോൾമിയം എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട്, അതിൻ്റെ ന്യൂക്ലിയർ റേഡിയസും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ കാർബണിൻ്റെ ന്യൂക്ലിയർ റേഡിയസ് കാണുകയാണ്. 612. അപ്പോൾ ഫോർമുല അറിയാമല്ലോ. R is R0 R0 1.3 ഫെർമി, നമുക്കറിയാവുന്ന കോൺസ്റ്റന്റ്. Therefore R is equal 1.3 ഫെർമി ഇൻറ്റു കാർബണിൻ്റെ മാസ് നമ്പർ 12 12 നിങ്ങൾ ഒരു കാൽക്കുലേറ്റർ വെച്ച് കണ്ടുപിടിക്കണം. അതിൻ്റെ ഉത്തരം 2.290 ആണ്. സോ ആൻസർ ഈസ് 1.3 ഇൻറ്റു 2.290 equal to 2.977 Fermi. Holmium
67HO165, R is R0 e raised to 1 by 3. That is 1.3 into 165 raised to 1 by 3. You find the cube root of 165 raised to 1 by 3, which is 5.485. Calculator cube root കാണാം. That is equal to 7.132 Fermi. Next problem. The radius of holmium 165 is 7.132 Fermi. Deduce the radius of He4. ഹോളിയത്തിൻ്റെ റേഡിയസ് എന്നിട്ട് ഹീലിയം ന്യൂക്ലിയസിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാനാണ്. ഹോൾമിയം ന്യൂക്ലിയർ റേഡിയസ് എന്നിട്ട് ഹീലിയം ന്യൂക്ലിയർ റേഡിയസ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഫോർമുല നമ്മൾ 2 പ്രാവശ്യം എഴുതിയിട്ട് 2 കേസിൽ എഴുതിയിട്ട് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. ഇതാണ് എൻ്റെ മെത്തേഡ്. R is R0 e raised to 1 by 3 for holmium. R1 is R0 A1 raised to 1 by 3. A1 ഹോളിയത്തിൻ്റെ മാസ് നമ്പറാണ്. ഫോർ ഹീലിയം R2 is R0 A2 raised to 1 by 3. A2 എന്നുള്ളത് ഹീലിയത്തിൻ്റെ മാസ് നമ്പറാണ്. ഡിവൈഡിങ് R1 by R2 is A1 by A2 raised to 1 by 3. R1 ഹോളിയത്തിൻ്റെ ന്യൂക്ലിയർ റേഡിയസ് 7.132 Fermi. R2 helium radius question mark. A1 165, A2 is 4. Helium mass number is 4. Put the values. 7.132 by R2 is 165 by 4 raised to 1 by 3. That you cross multiply. We get R2 is 7.132 into 4 by 165 raised to 1 by 3, 2.23 Fermi. Answer. One more problem that is given as a homework. You can do self. It is calculated here. The radius of U238 uranium, U capital, U238 nucleus is 8.1 Fermi. Deduce the radius of helium-4. Answer is 2.075 Fermi. It is done here. You look here, R is R0 e raised to 1 by 3. For uranium, U238, R1 is R0 A1 raised to 1 by 3. And for helium-4, R2 is R0 A2 raised to 1 by 3. R1 by R2 is A1 by A2 raised to 1 by 3. That is 8.1 by R2 is equal to 238 by 4 raised to 1 by 3. R2 is 8.1 into 4 by 238 raised to 1 by 3 equal to 2.075 Fermi. That is the answer given along with the question. 2.075 Fermi. That is all with your first class on nuclear physics. We continue our class. Thank you very much.